ഹായ്, അപ്പോൾ എല്ലാവർക്കും ഇൻകം ടാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ PGBP ഇതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. PGBP പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ അല്ലേ. സെക്ഷൻ ഏതായിരുന്നു? സെക്ഷൻ 28 to 44. സെക്ഷനെ കൊണ്ട് ഓർത്തിരിക്കുന്നത് നല്ലതാണ് ഓരോ ഹെഡിൻ്റെയും. ഓക്കെ, ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം. ആ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്താൽ അതിന് പുറത്താണ് നമ്മൾ എന്ത് ചെയ്യണം, ആ ബിസിനസ് സ്ഥാപനം ടാക്സ് അടയ്ക്കുന്നത്. അപ്പോൾ ബിസിനസ് പ്രോഫിറ്റ് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഇപ്പോൾ 2-3 വീഡിയോസ് നമ്മൾ ഇതിന് മുന്നേ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് 3-4-5 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ അതിലൂടെയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തതിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് സാധാരണഗതിയിൽ അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉള്ള നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അത് ടാക്സബിൾ നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ കണ്ടുവച്ചിട്ടുള്ള ടോട്ടൽ പ്രോഫിറ്റാണ് ഇതിൽ വരുന്നത്, നമ്മുടെ സാധാ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരിക്കലും എന്താണ്, അതിൻ്റെ പുറത്ത് നമുക്ക് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ടാക്സ് അതോറിറ്റി പറയുന്നത് ഇതിൽ ചില ഡിഡക്ഷൻസ് അല്ലെങ്കിൽ അഡീഷൻസ്, അതായത് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ടാക്സബിൾ നെറ്റ് പ്രോഫിറ്റ് ആക്കിയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ പറഞ്ഞു, നമ്മൾ സാധാരണഗതിയിൽ എന്ത് ചെയ്യും, ആ തന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തെഴുതും. സാധാരണഗതിയിൽ അതിനോടുകൂടി ഡിസലബിൾ എക്സ്പെൻസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യും. ആഡ് ഡിസ്അലവബിൾ എക്സ്പെൻസ്. ദെൻ ഷോർട്ടാക്കിയിട്ടേ പറയുന്നുള്ളൂ. ഇതിൻ്റെ അടിയിൽ പിന്നെ ഒരുപാട് ആഡ് ചെയ്യാനുള്ള കുറേ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ചാർട്ടിൽ ചെയ്താണ്. ദെൻ അതുപോലെ തന്നെ ലെസ് ഡിസലബിൾ ഇൻകം അത് ലെസ് ചെയ്യും. ഈ കിട്ടുന്ന സാധനത്തിനെയാണ് നമ്മൾ ബിസിനസ് ഇൻകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫേം ബിസിനസ് പ്രോഫിറ്റ് എന്നൊക്കെ പറയാം, ബിസിനസിൻ്റെ പ്രോഫിറ്റ് എന്നൊക്കെ പറയാം. ഈ ഒരു പ്രോഫിറ്റിന് പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് ഒരു വ്യത്യസ്തമാകുന്ന ടോപ്പിക്കാണ്. സ്പെഷ്യൽ പ്രൊവിഷൻ അപ്ലിക്കബിൾ ടു പാർട്ണർഷിപ്പ് ഫേം. ബിസിനസ് എന്ന് പറയുന്നതിൽ നമുക്കറിയാം, സാധാരണ എല്ലാ ബിസിനസ്സിലും വരും, ഇൻക്ലൂഡിങ് ഫേം, പാർട്ണർഷിപ്പ് ഫേം ഒക്കെ വരും. പക്ഷേ ഒരു പാർട്ണർഷിപ്പ് ഫേമിന് എന്തുണ്ട്, സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ട്. അതെന്താണ്, ജസ്റ്റ് ആദ്യം ഒന്ന് എന്താണെന്ന് മനസ്സിലാക്കാം, എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിലേക്ക് വരാം. നോർമലി നമ്മൾ പറഞ്ഞു, ഈ ഒരു ബിസിനസ് ഇൻകം ഇത് കഴിഞ്ഞാൽ നേരിട്ട് അതിൻ്റെ പുറത്ത് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എന്നാൽ ഇതൊരു ഫേം, പാർട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ അവർക്ക് ഇനിയും എന്ത് ചെയ്യാം, ചില ഡിഡക്ഷൻസും കൂടി അവർക്ക് എന്താണ്, അലവബിൾ ആണ്. അത് പാർട്ണർഷിപ്പ് ഫേമിന് മാത്രമുള്ളതാണ് സ്പെഷ്യൽ പ്രൊവിഷൻ. അപ്പോൾ അതെന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ്. കുറച്ച് ഐറ്റംസ് നമ്മൾ പറയുകയാണ്, അതൊക്കെ അവർക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, അവരുടെ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻസ്. ഈ റെമ്യൂണറേഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ വരും. സാലറി ആയിക്കോട്ടെ, അതുപോലെ തന്നെ എന്താണ്, ബോണസ്, കമ്മീഷൻ, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അപ് ടു 12%, 12% മാത്രം കേട്ടോ. അതിൽ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങൾ, റെമ്യൂണറേഷൻ, സാലറി, ബോണസ്, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അപ് ടു 12%, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു പാർട്ണർഷിപ്പ് ഫേമിന് അവരുടെ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന, ഇതിനൊക്കെ നമുക്ക് റെമ്യൂണറേഷൻ പെയ്ഡ് ടു പാർട്ട്നേഴ്സ് എന്ന് വേണമെങ്കിൽ കോമൺ ആയിട്ട് വിളിക്കാം. ഇവിടെ റെമ്യൂണറേഷൻ പെയ്ഡ് ടു പാർട്ട്നേഴ്സ്, ഇത്രയും കാര്യങ്ങൾ അവർക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ആ സ്പെഷ്യൽ പ്രൊവിഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻസ് എന്താണ്, ഫുൾഫിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തൊക്കെയാണ് ആ കണ്ടീഷൻസ്?
കണ്ടീഷൻസ്. ഒന്ന്, ഇത് വർക്കിംഗ് പാർട്ട്നേഴ്സിന് കൊടുത്തതായിരിക്കണം. വർക്കിംഗ്, ഇറ്റ് ഷുഡ് ബി പെയ്ഡ് ടു വർക്കിംഗ് പാർട്ട്നേഴ്സ്. ഇറ്റ് ഷുഡ് ബി, ഞാൻ ആ കോർ പോയിന്റ് മാത്രമേ എഴുതുന്നുള്ളൂ, നിങ്ങൾ അതിൻ്റെ രണ്ട് ഭാഗങ്ങളും നിങ്ങൾ ഫില്ല് ചെയ്യുക കേട്ടോ. ഇറ്റ് ഷുഡ് ബി പെയ്ഡ് ടു വർക്കിംഗ് പാർട്ട്നേഴ്സ്. വർക്കിംഗ് പാർട്ട്നേഴ്സിന് കൊടുത്തതായിരിക്കണം. വർക്കിംഗ് പാർട്ട്നേഴ്സ് അല്ലാത്തവർക്ക് കൊടുത്തതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അതൊന്നും ഇവർക്ക് ഇവിടുന്ന് ഇനി ലെസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ആരാണ് വർക്കിംഗ് പാർട്ട്നേഴ്സ്? വർക്കിംഗ് പാർട്ട്നേഴ്സ് ആണെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ട്നേഴ്സാണ്. ഇപ്പോൾ ഒരു 5 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ഒരു 3 ആളായിരിക്കും ചിലപ്പം ആ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ വളരെ ആക്റ്റീവായിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ദൈനംദിന കാര്യങ്ങളിലൊക്കെ മുഴുകി പോകുന്നത്. സോ അത്തരത്തിൽ ആ ബിസിനസ് അഫയേഴ്സായിട്ട് ബന്ധപ്പെട്ടതിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളാണ് നോർമലി നമ്മൾ എന്ത് ചെയ്യുന്നത് വർക്കിംഗ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. അത് ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നെ പറയും. ഓക്കെ, ദെൻ അങ്ങനെയുള്ള വർക്കിംഗ് പാർട്ട്നേഴ്സിന് കൊടുത്ത റെമ്യൂണറേഷൻ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. മറ്റൊന്ന്, രണ്ടാമത്തത്, ഈ കാര്യങ്ങളൊക്കെ പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ആദ്യം എന്ത് ചെയ്യണം, പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ്? നമുക്കറിയാം, പാർട്ണർഷിപ്പിൻ്റെ ടേംസും കണ്ടീഷൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബൈലോ അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെന്റിനെയാണ് നമ്മൾ എന്ത് വേണ്ടത്, പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. സോ ആ പാർട്ണർഷിപ്പ് ഡീഡിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഓതറൈസ്ഡ് ബൈ ദി പാർട്ണർഷിപ്പ് ഡീഡ്. ഓക്കെ, it should be authorized by the partnership deed. Authorized by partnership deed. Partnership deed ആണെങ്കിൽ എന്താണ്, ഡോക്യുമെന്റ് കണ്ടെയ്നിങ് ദി ടേംസ് ആൻഡ് എഗ്രിമെന്റ്സ് ഓഫ് പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദി ഡോക്യുമെന്റ് കണ്ടെയ്നിങ് ദി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് പാർട്ണർഷിപ്പ്. ആ പാർട്ണർഷിപ്പിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ടേംസും അടങ്ങിയിട്ടുള്ള ഡോക്യുമെൻ്റാണ്. അതിലുണ്ടായിരിക്കും എത്രയാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, എത്രയാണ് ഉള്ള കാര്യങ്ങളൊക്കെ, എത്ര ഇൻട്രസ്റ്റ് കൊടുക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും എന്തുണ്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഡീഡിൽ അതിനുള്ള വ്യവസ്ഥ ഉണ്ടായിരിക്കണം. ദെൻ മൂന്നാമത്തത്, ഇത് ഡീഡിന് മുന്നേ ഉള്ള കാലഘട്ടത്തിൽ കൊടുത്തതായിരിക്കും. ഇറ്റ് ഷുഡ് നോട്ട് ബി റിലേറ്റഡ് വിത്ത് period prior to partnership deed. Should not be related with deed ഉണ്ടാക്കുന്നതിന് മുന്നേ കൊടുത്തതായിരിക്കരുത്, ഡീഡിന് ശേഷമാണ് ഇതൊക്കെ വേണ്ടത്. ഓക്കെ, ദെൻ ഫോർത്ത് പോയിന്റ്, it should not exceed the permissible limit. It should not exceed the permissible limit. Permissible limit. ഇത് പെർമിസിബിൾ ലിമിറ്റിൻ്റെ അധികമാകാൻ പാടില്ല. സോ ഒരു പുതിയ കാര്യമാണ് പെർമിസിബിൾ ലിമിറ്റ്. എന്താണ്, വാട്ട് ഈസ് പെർമിസിബിൾ ലിമിറ്റ്? ഇത് സെക്ഷൻ 40B പറയുന്നത്. സെക്ഷൻ 40B അതാണ് നമുക്ക് എന്താണ് ഈ ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാറ്. ഓക്കെ, എന്താണ് പെർമിസിബിൾ ലിമിറ്റ്? വാട്ട് ഈസ് പെർമിസിബിൾ ലിമിറ്റ്? നമ്മളെ സാധാരണഗതിയിൽ ബിസിനസ് ഇൻകം എന്നാണ് ഇതിനെ വിളിക്കുക. പക്ഷെ ഫേമിൻ്റെ കേസിലാവുമ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ ബിസിനസ് ഇൻകം എന്നല്ല, ഇതിനെ ബുക്ക് പ്രോഫിറ്റ് എന്നാണ് വിളിക്കുക. ബുക്ക് പ്രോഫിറ്റ്. ബുക്ക് പ്രോഫിറ്റ് എന്താ ബുക്ക് പ്രോഫിറ്റ്? ബുക്ക് പ്രോഫിറ്റ് എന്നതാ സാധാ നെറ്റ് പ്രോഫിറ്റ് എന്താണ്, അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് ശേഷം വരുന്ന സംഭവം എത്രയാണോ അതാണ് ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഈ ബുക്ക് പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ചില എക്സ്പെൻസ് ഒക്കെ എന്താണ് വീണ്ടും ഫേമിന് കുറയ്ക്കാൻ പറ്റും. ലെസ് എക്സ്പെൻസ് അലവബിൾ അണ്ടർ സെക്ഷൻ 40B. ഇതാ നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. 40Bയിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതാണ് ഏത്, ഈ കാര്യങ്ങളാണ് കുറയ്ക്കാൻ പറ്റുന്നത്. പക്ഷെ അവിടെ കുറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു എമൗണ്ട്, ഇപ്പോൾ ഇത് എത്രയാണോ ഇവിടെ കിട്ടിയ എമൗണ്ട്, ടോട്ടൽ എമൗണ്ട്, ആ ടോട്ടൽ എമൗണ്ട് ഒരിക്കലും എന്താണ്
പെർമിസിബിൾ ലിമിറ്റിന് അപ്പുറമാകാൻ പാടില്ല. അപ്പോൾ നമുക്ക് പെർമിസിബിൾ ലിമിറ്റ് എങ്ങനെ കാണാമെന്നും കൂടിയും അറിയണം. പെർമിസിബിൾ ലിമിറ്റ് എന്നുള്ളത് രണ്ട് കേസിൽ, ഒന്നാമത്തെ കേസ് കേസ് 1, ഈ ബുക്ക് പ്രോഫിറ്റ് പോസിറ്റീവ് ആണെങ്കിൽ, അതുപോലെ തന്നെ ഈ ബുക്ക് പ്രോഫിറ്റ് നെഗറ്റീവ് ആണെങ്കിൽ, ചിലപ്പോൾ എന്താണ് ലോസ് സംഭവിക്കാം, അതാണ് നെഗറ്റീവ് എന്ന് പറയുന്നത്. സോ ഇഫ് ബുക്ക് പ്രോഫിറ്റ് ഈസ് നെഗറ്റീവ്, ഇത് നെഗറ്റീവ് ആണെങ്കിൽ എന്താണ്, ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ കുറയ്ക്കാൻ പറ്റുന്നത് ഒന്ന് മോണിറ്ററി ലിമിറ്റ് 1,50,000, രണ്ട് ആക്ച്വൽ റെമ്യൂണറേഷൻ പെയ്ഡ്, ആക്ച്വൽ റെമ്യൂണറേഷൻ പെയ്ഡ്. ഓക്കെ, whichever is less. ഇതിലേതാണോ കുറവ് അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ബുക്ക് പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കാം. അത് ഒന്നാമത്തെ കേസ്. ഓക്കെ ഓക്കെ ദെൻ കേസ് 2, ഈ ബുക്ക് പ്രോഫിറ്റ് നെഗറ്റീവ് അല്ല പോസിറ്റീവ് ആണ്. ഈ ബുക്ക് പ്രോഫിറ്റ് ഈസ് പോസിറ്റീവ്. അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരു എക്സാമ്പിളിലൂടെയാണ് പറയാം. ഈ ബുക്ക് പ്രോഫിറ്റ് സപ്പോസ് ഒരു 10 ലക്ഷമാണ് ഇരിക്കുന്നത്, 10 lakh, 10 ലക്ഷമാണ് ഇരിക്കുക ബുക്ക് പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ബുക്ക് പ്രോഫിറ്റ് ഈ 10 ലക്ഷത്തിൽ ഫസ്റ്റ് 3 lakhന്, ആ 3 lakhന്റെ 90% എടുക്കും. ബാലൻസ് എത്ര ഉണ്ടാകുക, 7 ലക്ഷം. ബാലൻസ് 60%. ഇത് ഒരു ക്രൈറ്റീരിയ. ഓക്കെ, ദെൻ രണ്ടാമത്തത് മോണിറ്ററി ലിമിറ്റ്. മോണിറ്ററി ലിമിറ്റ് നമുക്കറിയാം 1,50,000. ഇതിന് മാറ്റമൊന്നുമില്ല. whichever is higher, ഏതാണോ കൂടുതൽ അതെടുക്കും. എന്നിട്ട് മൂന്നാമത്തെ ക്രൈറ്റീരിയ ആക്ച്വൽ റെമ്യൂണറേഷൻ പെയ്ഡ്. ഈ കൂടിയ സംഖ്യ ഇതുമായിട്ട് കമ്പയർ ചെയ്യും. അതിൽ ഏറ്റവും ലെസ്, കുറവ് ഏതാണോ അതെടുക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ, ഒന്ന് ക്ലിയർ ആക്കി എഴുതിയിട്ടുണ്ട്. ഒന്ന് നോക്കുക. 10 ലക്ഷം ആണെങ്കിൽ ആദ്യത്തെ 3 ലക്ഷത്തിന് അതിൻ്റെ 90%, ദെൻ ബാക്കി എത്രയാണോ വരുന്നത് അതിൻ്റെ 60% എടുക്കുന്നു. അത് മോണിറ്ററി ലിമിറ്റായിട്ട് നമ്മളെന്താണ് താരതമ്യം ചെയ്യും. അതിൽ ഏറ്റവും കൂടുതൽ ഹയർ, അത് മേലേക്ക് ഒരു ആരോട്ട് ഹയർ, അത് നമ്മളിവിടെ കയ്യിൽ പിടിക്കും. ദെൻ ആക്ച്വൽ റെമ്യൂണറേഷൻ പെയ്ഡ് എത്രയും നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അതെടുക്കും. അതിലേറ്റവും കുറവേതാണ് അത് അതുകൊണ്ട്. ഓക്കെ, ഈ എമൗണ്ട് അപ്പം ഇതോ അല്ലെങ്കിൽ ഇതോ, ഇതിലേതെങ്കിലും ഒന്നാണ് നമുക്ക് ഉണ്ടാവുള്ളൂ അല്ലേ. ബുക്ക് പ്രോഫിറ്റ് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. നെഗറ്റീവ് ആകുമ്പോൾ വളരെ സിമ്പിളാണ്. നെഗറ്റീവ് ആകുമ്പോൾ നോക്കി അല്ലേ, ഈ 2 എലമെന്റ് മാത്രം ചെക്ക് ചെയ്താൽ മതി. മോണിറ്ററി ലിമിറ്റ് 1,50,000 ആക്ച്വൽ റെമ്യൂണറേഷൻ പെയ്ഡ് ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് എത്രയെന്നുള്ളത് നോക്കുക. അത് ഏറ്റവും കുറവ് ഏതാണ്, അതാണ് നമുക്ക് 40B പ്രകാരം ഡിഡക്ഷൻ കിട്ടുക. ഇതാണ് സ്പെഷ്യൽ പ്രൊവിഷൻ എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഈ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഈ ഔട്ടർ കോളത്തിൽ കിട്ടുന്ന ഈ ഫിഗർ ഉണ്ടല്ലോ, ഇതാണെന്ത് ഇവരെ എന്താണ് പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്ന സാധനം. അതിലപ്പുറം ആകാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എന്താണ് ഒരു മോണിറ്ററി ലിമിറ്റ് ഒക്കെ വെച്ചുകൊടുക്കുന്നത്. സോ ഇങ്ങനെയാണ് ഒരു ഫേമിന്റെ, ഒരു ബിസിനസ് ഫേം ആണെങ്കിൽ, പാർട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ അതിൻ്റെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതെന്ത് ചെയ്യാൻ പറ്റും, ഇതെന്നാണ് കുറച്ചാലും നമുക്ക് കിട്ടുന്ന എന്താണ് ഫേം ബിസിനസ് പ്രോഫിറ്റ്. ഫേം ബിസിനസ് പ്രോഫിറ്റ്. സോ നമ്മൾ പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ
സ്പെഷ്യൽ പ്രൊവിഷൻ അപ്ലിക്കബിൾ ടു പാർട്ണർഷിപ്പ് ഫേം എന്നു. സാധാരണഗതിയിലുള്ള ബിസിനസ്സിനേക്കാൾ കൂടുതലായിട്ട് ചില എക്സ്പെൻസ് കൂടി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ പ്രോഫിറ്റിൽ നിന്നും കുറയ്ക്കാൻ പറ്റും. അതിനെ നമ്മൾ 40B എന്ന് പറയുന്ന സെഷനിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്പെഷ്യൽ പ്രൊവിഷനാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ പേരൊന്ന് മാറ്റും. ഇവിടെ ബിസിനസ് പ്രോഫിറ്റ് എന്നുള്ളതിന് പകരം ബുക്ക് പ്രോഫിറ്റ് ആക്കും. ഈ ബുക്ക് പ്രോഫിറ്റ് എന്ത് ചെയ്യും, നമുക്കെന്താണ് 40B പ്രകാരമുള്ള എക്സ്പെൻസ് നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാൻ പറ്റും. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നാവാം. അതിന് എന്താണ് ക്രൈറ്റീരിയ, ബുക്ക് പ്രോഫിറ്റ് എത്രയാണ്, നെഗറ്റീവാണോ പോസിറ്റീവാണോ നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഡിഡക്ഷൻ നമ്മൾ നൽകുന്നത്. ബുക്ക് പ്രോഫിറ്റ് നെഗറ്റീവ് ആണെങ്കിൽ എന്താണ്, ഈ 2 ക്രൈറ്റീരിയ എടുക്കും, അതിൽ വിച്ച് എവർ ഈസ് ലെസ്. അതല്ല ബുക്ക് പ്രോഫിറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഈ 3ഉം ചെക്ക് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഔട്ടർ ക്വാളിറ്റിക്ക് എടുക്കും. ഈ ബുക്ക് പ്രോഫിറ്റിൽ നിന്ന് ഈ പെർമിസബിൾ ലിമിറ്റ് ഇത്രയും കാര്യങ്ങൾ കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് യഥാർത്ഥത്തിൽ ഫേമിൻ്റെ ബിസിനസ് പ്രോഫിറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി നമുക്കൊന്ന് കണക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വൃത്തിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ.